5:30 അപ്പോൾ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യണം 75 ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വെച്ചാൽ ഇന്നൊരു ട്രയൽ വെർഷൻ പോലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പോയി നടന്ന് കുറച്ച് നേരം നടക്കണം, കുറച്ച് നേരം ഓടുക, ചെറിയ ചെറിയ വാമപ്പുകൾ ചെയ്ത് നോക്കണം. അപ്പോൾ നേരം വെളുത്ത് വരുന്നുള്ളൂ, ഇപ്പോഴും ഇരുട്ടാണ്. ആൾക്കാർക്ക് കുറച്ച് പേരൊക്കെ ജോലിക്ക് പോകുന്നുള്ളൂ. ഇപ്പോൾ 5:30 കഴിഞ്ഞു. എന്തായാലും നമുക്ക് പരിശ്രമിക്കണം. എന്താണെന്ന് വെച്ചാൽ പരമാവധി പരിശ്രമിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഓക്കെ, ഇന്നിപ്പോൾ ഞാൻ ഒറ്റയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്, പ്ലാനുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ നമ്മൾ തുടക്കം കുറിച്ചാലല്ല, ന്യൂ ഇയർ നാളെയാണ്. ഇന്ന് ഞാൻ ട്രയൽ പോലെ ഒന്ന് ചെയ്യാനുണ്ട്. ജോലിക്ക് പോണ വിട്ട് തിരക്കാണ്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട, നമ്മൾ നമ്മുടെ കാര്യം നോക്കുക അല്ലേ. വാമപ്പ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. കുറച്ച് റൺ ചെയ്ത് നോക്കണം, കുറച്ച് വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കണം. നമ്മുടെ അടുത്തൊരു റീറ്റെയിൽ മാർട്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയൊരു പാർക്ക് പോലെ ഉണ്ടോ. അപ്പം മച്ചാനെ നമ്മളൊരു 5 റൗണ്ട് ഈ ഗ്രൗണ്ടിന് ചുറ്റും നടന്നു. കാരണം വെച്ചാൽ ഇന്ന് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് 5 റൗണ്ട് നടന്നു. പിന്നെ കുറച്ച് നേരം വാമപ്പ് ചെയ്തു. ഇപ്പോൾ സമയം എന്താണെന്ന് വെച്ചാൽ 6 മണി ആയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ 5:40 20 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇനിയുണ്ട് 25 മിനിറ്റും കൂടിയിട്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് വീണ്ടും വാമപ്പും നടത്തവും കൂടിയിട്ടാണ് വീണ്ടും നോക്കുന്നത്. കാരണം ഇപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് ചെയ്യാൻ പറ്റില്ല മച്ചാനെ. എന്ന് വെച്ചാൽ കിതച്ച് ഊപ്പാട് ഇളകും. അപ്പോൾ കുറേശ്ശൊക്കെ ചെയ്തു. എന്ന് വെച്ചാൽ 25 പുഷപ്പ്, 25 തവണ കയ്യിലേക്കും അരിക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് എക്സസൈസൊക്കെ ചെയ്തു. ഇനി ഒരു 5 റൗണ്ട് കൊണ്ടിട്ട് നടക്കുക. അതാണ് ഇപ്പോൾ നമ്മുടെ പ്ലാൻ. ജോഗിങ് ചെയ്യണമെന്നുണ്ടായിരുന്നു, ഓടുന്നുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് ഡേ തന്നെ ഓടൽ നടക്കില്ല ഇപ്പോൾ. അപ്പോൾ കണ്ടോ, എല്ലാവരും ജോലിക്ക് പോകുന്ന തിരക്കിലാണ്. എന്തായാലും 5 റൗണ്ടും കൂടിയിട്ട് പോയിട്ട് വരാം. ഇതിന് മൊത്തം ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഫൈനലി മച്ചാനെ ഇന്നത്തെ 45 മിനിറ്റ് കാലത്തുള്ള മോർണിംഗുള്ള 45 മിനിറ്റ് വാമപ്പും കാര്യങ്ങളും കുറച്ച് നേരം നടന്നു. കുറച്ച് നേരം വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രൗണ്ടിന് ചുറ്റും കണ്ടോ 15 റൗണ്ട് നടന്നു. കാരണം വെച്ചാൽ ഒരു റൗണ്ട് നടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് നേരം വാമപ്പ് ചെയ്തു. അതുപോലെ നമ്മുടെ കയ്യും കാലൊക്കെ ഒന്ന് എക്സസൈസ് ചെയ്ത് ഇളകാൻ വേണ്ടിയിട്ട് ഒന്ന് എക്സസൈസ് ചെയ്തു കയ്യും കാലൊക്കെ. പിന്നെ ഒരു 25 പുഷപ്പും ചെയ്തതിന് ശേഷം ഇവിടെ ഇതിലൊരു 5 റൗണ്ട് നടന്നതിന് ശേഷം വീണ്ടും അതുപോലെ തന്നെ പുഷപ്പും മറ്റുള്ള വാമപ്പും കാര്യങ്ങളും ചെയ്യും. വീണ്ടും ഇതുപോലെ ഒരു 5 റൗണ്ട് ഇതിൽ കൂടെ ഇത് കണ്ട് നടക്കാനുള്ള വഴിയുണ്ട്. അതുകൂടെ ഒരു 5 റൗണ്ട് നടക്കും. പിന്നെയും വരും. കുറച്ച് നേരം ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും നടക്കും. അങ്ങനെ 3 സെറ്റ് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ തന്നെ പരമാവധി ഒരു 45 മിനിറ്റ് ആയി. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ നേരെ റൂമിൽ പോവുക. പിന്നെ അടുത്ത പ്രോസസ്സ് ഉണ്ട്. കാരണം വെച്ചാൽ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കൂടി കുടിക്കണം. നമ്മൾ കാലത്ത് എണീറ്റ് ഉടനെ തന്നെ 1/2 ലിറ്റർ മാത്രമേ വെള്ളം കുടിച്ചുള്ളൂ. പിന്നെ ഒരു 1/2 ലിറ്ററും കൂടി കുടിക്കണം. കാരണം വെച്ചാൽ വൈകുന്നേരത്തിനുള്ളിലാണ് നമുക്കൊരു 4 ലിറ്റർ വെള്ളം, 3.5 to 4 ലിറ്റർ വെള്ളം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പോയി കുറച്ച് വെള്ളം കൂടി കുടിച്ച് പിന്നെ ഒരു 10 പേജെങ്കിലും ബുക്ക് വായിക്കണം. ഒരു 5 പേജ് വായിച്ചതിന് ശേഷം വൈകുന്നേരം ഒരു 5 പേജ് വായിക്കണം എന്നാണ്. അപ്പോൾ ഞാനത് വാങ്ങി വെച്ചുള്ള റിച്ച് ഡാഡ് പ്യൂർ ഡാഡ് എന്നുള്ള പുസ്തകമാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ വാങ്ങിയതായിരുന്നു. അപ്പോൾ അത് വായിക്കണം. നോക്കാം എത്രത്തോളം നമുക്ക് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കണം. എന്തായാലും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഈ പ്രാവശ്യം എന്തായാലും ഞാൻ വിടില്ല. കാരണം വെച്ചാൽ പല പ്രാവശ്യമായിട്ട് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തുന്നത് മടി കൊണ്ട് മാത്രമാണ്.
അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ മടി മാറ്റി നിർത്താൻ പോകണം. ചെയ്യണമെന്ന് വിചാരിച്ചുള്ള കാര്യത്തിന് പ്രസക്തി കൊടുക്കാനും ഞാൻ നോക്കട്ടെ. അപ്പോൾ ഓക്കെ. ഇപ്പോൾ ഇന്ന് കാലത്തെന്ന് പറഞ്ഞാൽ ചെറിയ ഉപ്മാവാണ്. റവ ഉപ്മാവില്ലേ, റവ ഉപ്മാവും വെള്ളം. എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ മച്ചാനെ 75 ഹാർഡ് ഭയങ്കര ഹാർഡ് തന്നെയാണ് മച്ചാനെ. കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക, കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഒരു ശീലങ്ങൾ പറിച്ച് വേറൊരു ഇതിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നല്ല ഹാർഡാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല ഹാർഡെന്ന് പറഞ്ഞാൽ വെച്ചാൽ നമ്മൾ കാലത്ത് എണീറ്റ് നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യാറില്ല, എന്നാലും എണീക്കുകയാണെങ്കിൽ കൂടി ഒരു കൃത്യതയോട് കൂടിയിട്ടുള്ള ഒരു ഭക്ഷണ രീതിയും അതിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഞാനിന്നൊരു ട്രയൽ വെർഷന് പോലെയാണ് ഞാനിത് ചെയ്ത് നോക്കിയത്. എന്താ പറയുക, കാരണം വെച്ചാൽ 4 ലിറ്റർ വെള്ളത്തോളം നമ്മൾ കുടിക്കണം. പരമാവധി നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ചെറിയ രീതിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ വെള്ളം കുടിക്കുള്ളൂ. അപ്പോൾ ഇതിന്ന് അധികം വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകേണ്ടി വരും. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. ശീലമാക്കിയെടുക്കണം. അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി ഞാൻ കാലത്തെണിറ്റു കുറച്ച് വ്യായാമങ്ങളൊക്കെ ചെയ്ത് കുറച്ച് ഓടലും എന്താണെന്ന് വെച്ചാൽ ട്രയൽ പോലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നാളെ മുതലാണ് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് സ്ട്രിക്റ്റ് തന്നെയാണ് ശരിക്കും. 75 ഹാർഡ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെയാണ്, പക്ഷെ നാളെ മുതലാണ് നമ്മൾ കൗണ്ട് ചെയ്യണം ശരിക്കും. അപ്പോൾ ഒന്ന് എണീറ്റു നമ്മുടെ കൃത്യനിഷ്ഠയൊക്കെ കഴിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ വ്യായാമങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡ്യൂട്ടിക്ക് കയറി. അപ്പോൾ 5 പേജ് ബുക്കൊക്കെ വായിച്ചു. പിന്നെ ഇപ്പോൾ ഇത്ര നേരമായപ്പോഴേക്കും 2 ലിറ്റർ വെള്ളം ഞാൻ കുടിച്ചു. കാരണം എന്താ വെച്ചാൽ ഞാനൊരു ബോട്ടിൽ, ഒരു 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു പറിക്കണം അവിടെ. അപ്പോൾ അതിനൊരു 4 ബോട്ടിൽ വെള്ളം കുടിക്കുമ്പോൾ തന്നെ 3 ബോട്ടിൽ വെള്ളം കുടിച്ചു. അപ്പോൾ നേരത്തെ കാലത്ത് തന്നെ ഒരു 1/2 ലിറ്ററോളം വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 ലിറ്ററോളം വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു 5 പേജ് ബുക്ക്, റിച്ച് ഡാഡ് പ്യൂർ ഡാഡ് ബുക്കില്ലേ, അതിൻ്റെ ഒരു 5 പേജ് വായിച്ചു. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടും കുറച്ച് വായിച്ചു ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ്. ഇനി വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം കുറച്ചും കൂടി നോക്കണം. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. 75 ഹാർഡ് തന്നെയാണ്. പരിശ്രമിച്ചാൽ വിജയിക്കുകയൊക്കെ ചെയ്യും. കൃത്യമായിട്ട് കൊണ്ട് നടക്കണമെന്ന് മാത്രം. നോക്കട്ടെ മച്ചാനെ. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്നും ചെയ്യണം, നമുക്ക് നമ്മുടെ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ട്രൈ ചെയ്യാനുള്ള ഒരു പരിശ്രമം. കുറേ മാറ്റങ്ങളൊക്കെ സംഭവിക്കും, നോക്കാം. അപ്പം മച്ചാനെ എന്ന് വെച്ചാൽ 7:30 ആയിട്ടോ, 7:25 ഡ്യൂട്ടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നടക്കുക. കുറച്ച് കാലത്ത് ചെയ്ത പോലെ തന്നെ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ കുറച്ച് ഒരു 5 പേജാണ് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു, പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും റീഡ് ചെയ്യാൻ. അപ്പോൾ അതും കൂടി ബാക്കി ഒരു 5 പേജും കൂടി വായിക്കണം. കാരണം നമ്മുടെ വർക്കിൻ്റെ കളിയൊക്കെ മൊത്തം കച്ചറയായിക്കൊണ്ടിരിക്കും. ആൾക്കാരൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു.